നമസ്കാരം. ഫോർട്ട് കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയ്ക്ക് മേലുള്ള അതിക്രമണങ്ങൾ ഒരു വശത്ത് നടത്തുമ്പോഴും ലബനാന് നേരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ഇപ്പോൾ നരനായാട്ടാണ് ഇസ്രായേൽ ലബനാനിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് പറയുമ്പോഴും സാധാരണക്കാരായ നിരവധി ആളുകളാണ് കൊല്ലപ്പെടുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ലോക രാജ്യങ്ങളിൽ എല്ലാം ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പശ്ചിമേഷ്യയിൽ അശാന്തി പടർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹസൻ നസ്രല്ലയുടെ കൊലപാതക വാർത്ത പുറത്തു വരുന്നത്. ഹസൻ നസ്രല്ലയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഇപ്പോഴിതാ ഇസ്രായേലിനെതിരെ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ട റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേനി ലബനാനിലെ കനത്ത ആക്രമണം സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ ക്രൂരമായ സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുകയാണെന്ന് എക്സിൽ പങ്കുവച്ച പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ ഇസ്രായേൽ ആക്രമണം ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞ ഖമനേനി ഈ ഘട്ടത്തിൽ ലബനാനും ഹിസ്ബുള്ളയ്ക്കുമൊപ്പം നിൽക്കാൻ ലോക മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. സ്ത്രീകളെയും കുട്ടികളെയും സാധാരണക്കാരെയും കൂട്ടക്കൊല ചെയ്യുന്നതിലൂടെ ഹിസ്ബുള്ളയുടെ ശക്തമായ ഘടനയിൽ ഒരു കോട്ടവും വരുത്താൻ സയനിസ്റ്റ് ക്രിമിനലുകൾക്ക് കഴിയില്ല. പ്രതിരോധിക്കാൻ കഴിയാത്ത ലബനാനിലെ ജനങ്ങളെ കൊല്ലുന്നത് ദീർഘവീക്ഷണമില്ലാത്തതും കയ്യൂക്കുകൊണ്ട് ഭരിക്കുന്ന നേതാക്കളുടെ മണ്ടൻ നയവുമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. സയനിസ്റ്റ് രാജ്യം ഭരിക്കുന്ന ഭീകര സംഘം ഗാസയിൽ ഒരു വർഷം നീണ്ട ക്രിമിനൽ യുദ്ധത്തിൽ നിന്ന് പാഠം പഠിക്കുന്നതിൽ പരാജയപ്പെട്ടു. മേഖലയിലെ എല്ലാ ചെറുത്തുനിൽപ്പ് ശക്തികളും പിന്തുണയുമായി ഹിസ്ബുള്ളയ്ക്കൊപ്പം നിൽക്കുമെന്നും ഖമനേനി കൂട്ടിച്ചേർത്തു. വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇസ്രായേലിന് ലഭിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സ്വന്തം കുഴി തോണ്ടുകയാണ് ഇസ്രായേലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും. വരും മണിക്കൂറുകളിൽ ശക്തമായ ഒരു പ്രത്യാക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത് ഇസ്രായേലിന് താങ്ങാനാവില്ല എന്നതാണ് സത്യം.